നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഫയ്ക്ക് നേരെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾക്കിടെ ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെതന്യാഹു. അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളെ സമ്മർദ്ദം തള്ളിയ നെതന്യാഹു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ നെതന്യാഹുവിനെതിരെയുള്ള ജനരോഷം ഇസ്രയേലിൽ തുടരുകയാണ്. ബന്ദികളുടെ ബന്ധുക്കൾ ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹമാസിന് മുമ്പ് പുറന്തള്ളേണ്ടത് നെതന്യാഹുവിനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞു. ഗാസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം നെതന്യാഹുവിന് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം 5 സൈനികർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സൗഹൃദ വെടിവയ്പിലാണെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണം പുറത്തുവന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സൈനിക വക്താവ് അറിയിച്ചു. അതേസമയം ഇന്നലെ 15 സൈനികർക്ക് കൂടി പരിക്കേറ്റതായി ഇസ്രയേൽ വെളിപ്പെടുത്തി. വടക്കൻ ഇസ്രയേൽ അതിർത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് ഇതിൽ 4 സൈനികർക്ക് പരിക്കേറ്റത്. ഹിസ്ബുള്ള അയച്ച 100 കണക്കിന് മിസൈലുകൾ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശം വരുത്തിയെന്ന് റിപ്പോർട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യാ നടപടികൾ അതിന്റെ മൂർധന്യത്തിലെത്തിയെന്നും ഫലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. വംശഹത്യാ കേസിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക കൈമാറിയ പുതിയ പരാതിയിലാണ് ഹേഗയിലെ കോടതിയിൽ വാദം ആരംഭിച്ചത്. ഇസ്രയേലിന്റെ വാദം ഇന്ന് നടക്കും. അതിനിടെ ഇസ്രയേലിലെ ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ സുരക്ഷ മുൻനിർത്തി ഭക്ഷണ വിതരണം നിർത്തിയതായി UN ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. മെയ് 11 മുതൽ UNന്റെ ഭക്ഷണ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഖാൻ യൂനീസ്, ഡൈർ അൽ ബലാഖ് എന്നിവിടങ്ങളിൽ സ്ഥിതി പരിതാപകരമാണ്. റഫ, ഈജിപ്ത് അതിർത്തി ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്ത് അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം രൂക്ഷമാണ്. മിക്ക ആശുപത്രികളിലെ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. റഫയിലേക്കുള്ള ഇസ്രയേലിന്റെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചാൽ മാനുഷിക ദുരന്തത്തിലേക്കും സഹായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കുന്നതിലേക്കും നയിക്കുമെന്ന് ഫുഡ് ഏജൻസി അറിയിച്ചു. ഗാസയിൽ സംഭരിച്ചു വെച്ച ഭക്ഷണവും ഇന്ധനവും ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നും അവർ പറഞ്ഞു. മെയ് 6 മുതൽ കരേം അബു സലീം അതിർത്തിയിൽ പോകുവാനോ സഹായം സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ലെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. 100 ടൺ സഹായം അടങ്ങുന്ന ഒരു കപ്പൽ ഗാസയിലേക്ക് ബ്രിട്ടീഷ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റസിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഗാസൻ തീരത്ത് അമേരിക്കൻ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച തുറമുഖത്ത് എത്തിച്ചിരിക്കുകയാണെന്ന ലക്ഷ്യമെന്നും ബ്രിട്ടനിലെ വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കി. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച 8400ഓളം വരുന്ന താൽക്കാലിക ഷെൽട്ടറുകൾ അടങ്ങുന്ന സഹായം ഈ തുറമുഖത്തിലേക്ക് വരുന്ന ആദ്യത്തെ സഹായമാണ്. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന വേഗമേറിയതും ഫലപ്രദമായ കരമാർഗത്തിന് പകരമല്ല സമുദ്രമാർഗമുള്ള കയറ്റുമതിയെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കരമാർഗത്തിലൂടെ 500 സഹായ ട്രാക്കുകളെങ്കിലും ഗാസയിലേക്ക് കയറ്റിവിടണമെന്നും അഷ്ഡോഡ് തുറമുഖം അടക്കമുള്ള പല വഴികളും തുറക്കാനുള്ള പ്രതിജ്ഞാബദ്ധത പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിലും ഇസ്രയേൽ മേൽനോട്ടം അതിർത്തി തുറക്കാമെന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈജിപ്ത് ഈ നിർദ്ദേശം തള്ളിയെന്നാണ് റിപ്പോർട്ട്. കൈറോയിൽ ഇസ്രയേൽ സംഘം ഈജിപ്ത് സുരക്ഷാ വിഭാഗം മേധാവികളുമായി അതിർത്തി തുറക്കുന്ന കാര്യം ചർച്ച ചെയ്തെങ്കിലും തീരുമാനം ആയിട്ടില്ലെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധാനന്തര ഗാസയുടെ നടത്തിപ്പും രാഷ്ട്രീയ പരിഹാര മാർഗങ്ങളും മുന്നിൽ കാണാതെയുള്ള റഫ ആക്രമണം പ്രതിസന്ധി സങ്കീർണമാക്കുമെന്ന് അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.